അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ മപ്പാസാണ്. ഇത് ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വെക്കുന്ന ഒരു മപ്പാസാണ്. അതിനു വേണ്ടി ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്നതിന് തൊട്ട് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത്രയും നേരം ഇരുന്നാൽ മതി. മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വേണ്ട, ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റുന്നതിന് ആവശ്യമുള്ള. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 6 നല്ല എരിവുള്ള പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് കീറിയത് അത് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില. ഇതിനി ഒന്ന് നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഗോൾഡൻ നിറമൊന്നും ആവണ്ട, കുറച്ചൊന്ന് വഴന്നാൽ മതി. ഈ ഉള്ളിയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിലെ പൊടിച്ച ഗരം മസാലയാണ്. പെരുംജീരകവും പട്ട, ഗ്രാമ്പൂ, നമ്മുടെ തക്കോലം അതൊക്കെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ മണം ഒന്ന് മാറുന്നിടം വരെ, പച്ചമണം ഒന്ന് മാറുന്നിടം വരെ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കണം. അത് ഒന്ന് വഴറ്റി കൊടുക്കണം. പൊട്ടാറ്റോ ഇതിലൊന്ന് മിക്സ് ആവണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് തേങ്ങാപ്പാലിൽ വേവിക്കണം. തേങ്ങാപ്പാൽ ഞാനിവിടെ 2ാം പാല് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പ് 2ാം പാലിൽ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനി ഒന്ന് മൂടി വെച്ച് വേവിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. ഈ സമയത്ത് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം ഈ ചിക്കൻ വെന്ത് വരുമ്പോഴത്തേന് തേങ്ങാപ്പാൽ കുറച്ചൊന്ന് വറ്റും. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് 1ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കണം, കട്ടിയുള്ള പാല്. ഇതിനി ഒന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി, തിളക്കരുത്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനി ഒന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇത് ചൂടായിട്ടുണ്ട് നല്ലതായിട്ട്, ഇത്ര മതി. ഇനി നമുക്ക് കടുക് വറുത്ത് ഒഴിക്കണം. കടുക് വറുക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇടണം. 2 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പം ചപ്പാത്തിയുടെയൊക്കെ കൊടുത്ത് നല്ലതാണ്. അതുപോലെ ഈ അപ്പത്തിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.